നീ ആരാണെന്നാണ് നിന്റെ വിചാരം. എന്താടാ നിനക്ക് തിരിച്ചടിക്കണമെന്നുണ്ടാ? ഇടിയടാ. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഇതിന് നമ്മൾ ഹൂ ഡു യു തിങ്ക് ഇതെന്ന് വെച്ചാൽ നീ ആരാണെന്നാണെന്ന് വരുന്നത് യു ആർ എന്നുള്ളതാണ്. ആര് എന്നുള്ളത് ഹൂ ഡു യു തിങ്ക് നിന്റെ വിചാരം. അപ്പം നമ്മളത് ഇംഗ്ലീഷിലേക്ക് എഴുതുമ്പം പലപ്പോഴും നമ്മൾ ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ സെൻറ്റൻസസ് ഇതേപോലെ എഴുതാൻ പറ്റില്ല. ഇംഗ്ലീഷിൽ എപ്പോഴും സെൻറ്റൻസിൻ്റെ എഴുതുന്ന പൊസിഷൻസ് വ്യത്യാസമായിരിക്കും പല കാര്യങ്ങളും എഴുതുന്നത്. ഓക്കെ, അപ്പം നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്ത് പറയണം? ഹൂ ഡു യു തിങ്ക് യു ആർ. അപ്പോൾ ഇതേപോലെ ഇംഗ്ലീഷ് നമ്മൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പ്രാക്ടിക്കലി യൂസ് വരുന്ന രീതിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ കൗൺസിലർ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും തരും. അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ ദ കോഴ്സ്. താങ്ക് യു.